വെടിനിർത്തൽ ചർച്ച ചെയ്യാനുള്ള ക്യാബിനറ്റ് യോഗം റദ്ദാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിതീവ്ര വലതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് യോഗം റദ്ദാക്കിയത്. ഖത്തർ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെന്ന് നെതന്യാഹു അറിയിച്ചിരുന്നു. അതേസമയം ബന്ദിമോചനം വൈകുന്നതിൽ ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തെക്കൻ ഗസയിലെ ജനസാന്ദ്രതയേറിയ ഇടങ്ങളിൽ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സേന. വിവരങ്ങൾ നൽകാൻ മുഹമ്മദ് സ്വാലിഹ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ യോഗം റദ്ദാക്കേണ്ടി വന്നത്? ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ടോ ഇസ്രായേലിൽ? രേഷ്മ, ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഈ യോഗം റദ്ദാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ വാർ ക്യാബിനറ്റ് യോഗം റദ്ദാക്കിയിരിക്കുകയാണ്. ഇസ്രായേലി വാർ ക്യാബിനറ്റിനകത്തു തന്നെയുള്ള അതിതീവ്ര വലതുപക്ഷ നേതാവിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു യോഗം റദ്ദാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ക്യാബിനറ്റിലെ ധനമന്ത്രി സ്മോട്രിച്ചിന്റെ സമ്മർദ്ദ ഫലമായാണ് ഈ ഒരു യോഗം റദ്ദാക്കിയിട്ടുള്ളത്. നേരത്തെ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലാണ് ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നത്. ഖത്തറിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അത് 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശമാണ്, ഒരു പ്രപ്പോസലാണ് ഇസ്രായേലിന് മുമ്പിലുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിലെ ഹമാസ് ബന്ദികളാക്കിയ സാധാരണക്കാരെ വിട്ടയച്ച് 7 മുതൽ 10 ദിവസം വരെ വെടിനിർത്തുക എന്നതാണ് അതിൻ്റെ ആദ്യഘട്ടം. അതിൽ നിരവധി ഫലസ്തീനികളെയും ഇസ്രായേൽ വിട്ടയക്കും. ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിലുള്ള നിർദ്ദേശം. രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേലി സൈനികരിലെ വനിതകളെ ഹമാസ് വിട്ടയക്കുന്നു. ഇതിനു പകരം വീണ്ടും ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ നടപ്പാക്കുന്നു. തുടർന്ന് അങ്ങോട്ട് പുരുഷന്മാരായ സൈനികരെ വിട്ടയക്കാൻ വേണ്ടി 1 മാസത്തോളം ചർച്ച നടത്തുന്നു. ഇങ്ങനെയാണ് ഈ പ്രപ്പോസലിലുള്ളത്. ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിലാണ്, ഖത്തറിൻ്റെയും മധ്യസ്ഥതയിലാണ് ഇങ്ങനെയൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. ഈ ഒരു പ്രപ്പോസലിനോട് ഹമാസിനും താത്പര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഹമാസിൻ്റെ പൊളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ ഇപ്പോഴും കെയ്റോയിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്കം പ്രതികരണം ഇതിനനുകൂലമായാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. അതേസമയം തീവ്ര വലതുപക്ഷത്തിൻ്റെ യുദ്ധം തുടരണമെന്ന ശക്തമായ ആവശ്യവും ഇസ്രായേലിനകത്ത് തുടരുകയാണ്. ഇസ്രായേലിലെ പാർലമെന്റായ നെസറ്റിന് മുമ്പിലാണ് 100 കണക്കിന് പേർ പ്രതിഷേധിക്കുന്നത്. ഇതിൽ ബന്ദികളുടെ ബന്ധുക്കളടക്കം ആണ് ഈ പ്രതിഷേധം നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ഇസ്രായേൽ വലിയ തോതിൽ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്തുകയാണ്. ഇന്നലെ രാത്രി വലിയ ആക്രമണങ്ങളിൽ ഒന്ന് കണ്ടത് സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലാണ്. സിറിയൻ സർക്കാരിൻ്റെ നാവികസേന ബേസിന് നേരെയാണ് ഇസ്രായേൽ ഏറ്റവും അവസാനമായി ആക്രമണം നടത്തിയിരിക്കുന്നത്. 2011 മുതൽ സിറിയക്കകത്ത് വലിയ തോതിലുള്ള ആക്രമണം വിവിധ സമയങ്ങളിലായി ഇസ്രായേൽ സേന തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും അവസാനമായി കണ്ടതാണ് ഇന്നലെ രാത്രി. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം, അതായത് ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ പലതവണ ലബനാനിനകത്തും സിറിയക്കകത്തും ആക്രമണം നടത്തിയിരുന്നെങ്കിലും അവയൊന്നും അവിടെയുള്ള സേനകൾക്ക് നേരെയായിരുന്നില്ല. നേരത്തെ ലബനാനിൽ ഒരു ലബനാൻ സേനാംഗം കൊല്ലപ്പെട്ട സമയത്ത് അതിന് ഇസ്രായേൽ മാപ്പ് പറയുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സിറിയയിലെ നാവികസേന ആസ്ഥാനത്തിന് സമീപം, അതായത് സിറിയയിലെ നാവികസേന ബേസിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണവും ശക്തമായി തുടരുന്നുണ്ട്. ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണം തകർത്തിട്ടെന്ന് US അറിയിക്കുന്നുണ്ട്. യു എസ് ഇത്തരത്തിൽ ചെങ്കടലിൽ ദൗത്യം ആരംഭിച്ചതിന് ശേഷം 22ാമത് ആക്രമണമാണ് ഹൂത്തികളുടേതായി തകർക്കുന്നത്. ഇതേസമയം ഗസയിൽ വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ തുടരുകയാണ്. തെക്കൻ ഗസയിലാണ് വലിയ ആക്രമണമുള്ളത്. റഫ അതിർത്തിയോട് ചേർന്ന് അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. വിവിധ ആശുപത്രികൾക്ക് സമീപം തടിച്ചുകൂടി അഭയകേന്ദ്രമായി കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മേലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത്. രേഷ്മ, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.